ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പം ഞാനുള്ളത് വർക്കലയാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് നമ്മൾ വർക്കലയ്ക്ക് വരുന്നതാണ്. അങ്ങനെ വെച്ചിട്ടാണ് എൻഡ് ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കലയിലുള്ള വിശേഷങ്ങളും നമ്മൾ എന്തൊക്കെ ചെയ്തു ആ ഒരു ദിവസം, ആ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പം മോർണിംഗ് തന്നെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റായിട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇന്നലെ കിടക്കുമ്പോൾ ഒരുപാട് വൈകി. അതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന പെട്ടികളൊക്കെ നമ്മൾ തുറന്നു. റിലേറ്റീവ്സിന് വേണ്ടത് കാര്യങ്ങളെല്ലാം ഡിവൈഡ് ചെയ്ത് നമ്മളെല്ലാം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എന്തായാലും പെട്ടി പൊട്ടിച്ച് ആ പരിപാടി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് നമ്മൾ അധികം സാധനങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം 2 മാസം മുമ്പാണ് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ആളുകൾക്ക് കൊടുക്കേണ്ട സംഭവങ്ങളും എൻ്റെയും അക്കിയുടെയും വീട്ടിലോട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഈ തവണ മേടിച്ചുള്ളൂ. അപ്പോൾ അമ്മ അതൊക്കെ ഇങ്ങനെ കൊടുക്കേണ്ട ആൾക്കാർക്ക് ഉള്ളതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കി എന്തോ ഓഫീസ് വർക്ക് ഉണ്ട്, അപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അബുദാബിയിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്. അപ്പോൾ എപ്പോൾ ഫോൺ വിളിക്കുമ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അമ്മ പറയാറുണ്ട് അവിടെ വന്നിട്ട് ഒരു തവണ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ തലേ ദിവസം ഞാൻ ഉറപ്പിച്ചു ഞാൻ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്കാരി പായസം ഉണ്ടാക്കി, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അമ്മ ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ ടാസ്ക് ആയിരുന്നു ചിക്കൻ ബിരിയാണി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ അബുദാബിയിലുള്ളപ്പോൾ 2 പേർക്കല്ലേ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൂടുമ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ടെൻഷനാണ്. എന്തായാലും ഏറ്റ കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യാം തന്നെ വിചാരിച്ചു. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ബിരിയാണി ഉണ്ടാക്കിട്ടോ. ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മുടെ മലബാർ സ്റ്റൈലല്ല ഇത് കുറച്ചും കൂടിയും ഒരു നോർത്ത് ഇന്ത്യൻ ഹൈദരാബാദി സ്റ്റൈൽ ആണ്. കുറച്ച് സ്പൈസ് ലെവൽ കൂടുതലായിട്ടുള്ള ബിരിയാണിയാണ്. അതിലോട്ടൊരു എന്താ പറയുക, ഒരു ഭംഗിക്കും പിന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങിയിട്ട് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു എന്നാണ് എല്ലാവരും കഴിച്ചിട്ട് പറഞ്ഞത്. ഇന്നിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഈവനിങ് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ആ പരിപാടിക്കൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ലഞ്ചിന് സ്പെഷ്യലായിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ അമ്മ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരത്തിന് അടിപൊളി പായസം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ പായസം കടലപ്രഥമനായിരുന്നു കേട്ടോ. അതെന്നെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രുചി വേറെ ലെവലായിരുന്നു. എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഫുഡ് കഴിച്ചു. അതിൻ്റെ ക്ഷീണം എന്തായാലും കാണുമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കാണ്. ഞാൻ ഇതിനു മുമ്പ് 2 തവണ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അമ്പലം. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകണമെങ്കിൽ നടന്നു പോവാം. പക്ഷെ നമുക്കൊരു റിലേറ്റീവിൻ്റെ വീട്ടിലും കൂടി ഇത് കഴിഞ്ഞിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. എന്തായാലും ഈ ഒരു വർക്കല എന്ന് പറയുന്ന സ്ഥലം ഒരു ഏരിയയിൽ ഭയങ്കര എന്താ പറയുക ഹൈഫൈ ആയിട്ടാണെങ്കിലും ഈ പറയുന്നൊരു ഏരിയ എന്ന് പറയുന്നത് വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അങ്ങനെ ഒച്ചയും ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നേച്ചറിൻ്റെ ആ ഒരു കിളികളുടെ സൗണ്ടും ആ ഒരു എന്താ പറയുക ആ ഒരു നാടൻ വൈബ് എന്ന് പറയില്ലേ, ആ ഒരു സാധനം നമുക്ക് പക്കയായിട്ട് കിട്ടും ഈ ഒരു സ്ഥലത്ത്. പക്ഷെ വർക്കല എന്ന് പറയുമ്പം ക്ലിഫിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പം അത് വേറെ ഒരു ക്ലബിങ്ങും വൈബിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അത് വേറെയാണ്. അപ്പോൾ ടോട്ടലി 2ഉം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ദീപാരാധന ടൈമാണ് നമ്മളെത്തിയത്. ഭയങ്കര തിരക്ക് കുറവായിരുന്നു കേട്ടോ. പൊതുവേ അമ്പലത്തിലുണ്ടാവുന്ന തിരക്കൊന്നും ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് നമുക്ക് തൊഴാൻ വേണ്ടി പറ്റി. പിന്നെ ഈ അമ്പലത്തിൽ വന്നപ്പം അമ്മ പറയുമായിരുന്നു ഈ അമ്പലത്തിൽ എപ്പോഴും ഭയങ്കര തിരക്കുള്ള ഒരു അമ്പലമാണ്. പക്ഷേ ഇപ്പം എന്തോ ഈ അമ്പലത്തിൽ അങ്ങനെ തിരക്കൊന്നും ഇല്ല, കുറവാണ്. കാരണം ആളുകളൊക്കെ ഇപ്പം നാട്ടിലില്ലല്ലോ, എല്ലാവരും പുറം നാട്ടുകളിലേക്ക് പോകുമ്പം ഈ പറയണ പോലെ അമ്പലം ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇവിടേക്ക് അങ്ങനെ ആളുകൾ ഉണ്ടാവാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അവിടെ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു 3 months ബേബി അവിടെ ഉണ്ട്. അപ്പോൾ ബേബിക്ക്
കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ വീഡിയോ എന്തോ എടുത്തില്ല. അതിനുശേഷം നമ്മൾ അക്കയ്ക്ക് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഏരിയയിലുള്ള ടൗണിലേക്ക് വന്നു. പക്ഷേ ആ പറഞ്ഞ കട അന്ന് അടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വർക്കലയിലുള്ള സെക്കൻഡ് ഡേ എൻഡ് ചെയ്യാണ്. ഇനി നാളെ മോർണിംഗ് എഴുന്നേറ്റിട്ട് തന്നെ നമുക്ക് കുറച്ച് അധികം പരിപാടികൾ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു ഡേ 2 വീഡിയോ ഞാനിപ്പോൾ തൽക്കാലം എൻഡ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ് ഗൈസ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ ഇന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള പോത്തീസിലോട്ടാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മളൊരു ഓണം പർച്ചേസ് നടത്താമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 12 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നമ്മൾ നേരെ പോത്തീസിലോട്ടാണ് പോകുന്നത്. ഞാനുണ്ട്, അക്കി, പിന്നെ അമ്മയുണ്ട്. നമ്മൾ 3 പേരാണ് പോകുന്നത്. നമ്മൾ എങ്ങോട്ടാ പോണേ? വർക്കലയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഓൾമോസ്റ്റ് 1.5 hours ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂർ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ ഏകദേശം എത്താറായിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, നല്ല ഭംഗിയുള്ള കുറേ സീനറീസും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ റാലിയും അങ്ങനത്തെ കുറേ കാര്യമൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ഓൺ ദി വേ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൂടെ ഉള്ള അങ്ങനത്തെ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം. അപ്പോൾ നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പം ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനൊരു ജാഥ പോകുന്നുണ്ട്. അപ്പോൾ കുറേ നേരത്തേക്ക് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ എന്തോ ഉണ്ട്. അപ്പോൾ യൂഷ്വലി എപ്പോഴും ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഉണ്ടാവുമെന്ന് ഇങ്ങനെ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ പറയുണ്ടായി. എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ പോത്തീസിലോട്ട് എത്താറായി ഗൈസ്. അപ്പോൾ ഇനി നമ്മുടെ ഓണം പർച്ചേസ് വിശേഷങ്ങളാണ് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പോകുന്നത് ഒരു വീക്ക് ഡേ ആണ് കേട്ടോ. എന്നിട്ട് പോലും അവിടെ നല്ല തിരക്കായിരുന്നു. പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ നല്ല തിരക്കായിരുന്നു. ഉള്ളിൽ പോയപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു. മേ ബി ഓണായതുകൊണ്ടായിരിക്കണം എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഇവരുടെ തന്നെ സൂപ്പർ മാർക്കറ്റാണുള്ളത്. അതിൻ്റെ തൊട്ട് മുകളിൽ പിന്നെ ഈ ഗാർമെൻറ്റ്സ്, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എൻ്റെ അമ്മയ്ക്കും അതേപോലെ അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ഓണം സാരിയാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പം ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള പാറ്റേൺസ് അവർ കാണിച്ചു തന്നു. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂഷ്വലി എപ്പോഴും നമ്മൾ സെറ്റ് സാരി മേടിച്ചു കൊടുക്കുമ്പം നോർമലായിട്ട് തന്നെയല്ലേ ഉണ്ടാവുക. അവർക്ക് ഒരുപാട് ഇതുപോലത്തെ പ്രിൻ്റ് ആണെങ്കിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ തവണത്തെ പാറ്റേൺസിൽ വന്നതാണ് ഈ ഒരു ഐറ്റം. ഇത് ഞാൻ എൻ്റെ മമ്മയ്ക്ക് എടുത്തൊരു സാരിയാണ്. ഇത് ഓർഗാൻസ മെറ്റീരിയലിൽ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതങ്ങോട്ട് കൺഫേം ആക്കി. പിന്നെ അമ്മയും ഇതുപോലെ തന്നെയുള്ള സാരിയാണ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മേടിക്കാൻ പോകുന്നത് എൻ്റെ അമ്മൂമ്മയ്ക്കുള്ള സാരിയാണ്. അമ്മൂമ്മ പ്രായം ഉണ്ടെങ്കിലും അമ്മൂമ്മയ്ക്ക് അങ്ങനെ വൈറ്റ് അല്ലെങ്കിൽ ബേജ് കളേഴ്സൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പുള്ളിക്കാരിക്ക് എപ്പോഴും നല്ല കളർഫുള്ളായിട്ടുള്ള സാരീസ് ഇടാനാണ് ഇഷ്ടം. അപ്പോൾ ഈ ഒരു കളറ് അമ്മൂമ്മേൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇത് അമ്മൂമ്മ എടുത്ത നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. ആ ഒരു ഇതിൽ അമ്മൂമ്മയ്ക്ക് ഈ ഒരു കളറ് സാരിയാണ് നമ്മൾ മേടിച്ചത്.
സൗന്ദര്യം തന്നെ സ്വാധീനം സാരിയാണ് ആണല്ലേ. സാരി ഉടുക്കുമ്പോഴാണ് അമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു ലുക്ക്. അതെല്ലാവർക്കും അങ്ങനെയാണ്. പൊതുവേ നമുക്ക് എപ്പോഴും ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. എത്രയൊക്കെ വൈകിയാലും എത്രയൊക്കെ നടക്കേണ്ടി വന്നാലും എത്രയൊക്കെ നിൽക്കേണ്ടി വന്നാലും നമുക്കത് ബോറടിക്കാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഈ ആണുങ്ങളെ കൂടെ കൂട്ടുമ്പോൾ അവർക്ക് ആ ക്ഷമയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ തവണ അക്കി വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരന് ബോറടിച്ചെങ്കിലും വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനെ എടുക്കാനുണ്ടായിരുന്നു, എൻ്റെ അനിയനെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എടുക്കാനുള്ളത് കൊണ്ട് അളിയൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അക്കി ഉണ്ടായിരുന്നു സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്നത് എനിക്കും അതുപോലെ തന്നെ അക്കിയുടെ സിസ്റ്ററിനും കൂടിയുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. അതും നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പിള്ളേരുണ്ട്, ചേച്ചിയുടെ പിള്ളേർ. അപ്പോൾ ചേച്ചിയുടെ പിള്ളേർക്ക് ട്വിൻസാണ്. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കൂടി നമ്മൾ എടുത്തു. പിന്നെ നമ്മൾ അക്കിയുടെ അച്ഛനുള്ള ഷർട്ടും പാൻറ്റിൻ്റെയും മെറ്റീരിയലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാത്തിനുള്ള കളക്ഷൻ അവിടെ ഉണ്ട് പോത്തീസിൽ. ഈ പോത്തീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റ് മുതൽ ഇലക്ട്രോണിക്സ് എല്ലാ കാര്യങ്ങളും അവിടെ ഒരൊറ്റ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനി എൻ്റെ പപ്പയ്ക്ക് എടുക്കാനുണ്ട്, അളിയനെ എടുക്കാനുണ്ട്, എൻ്റെ അനിയനെ എടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് ഏകദേശം വയ്യാണ്ടായിട്ടുണ്ട്. വിശക്കുണ്ടോ? ഇപ്പോൾ സമയം എത്ര? ഈ സമയം 4:20. 4:20 നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ കുറേ നേരത്തെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഏകദേശം ഷുഗറൊക്കെ ഡൗൺ ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അളിയൻ്റെയും പപ്പയുടെയും ഒക്കെ ഡ്രസ്സ് ഇവിടുന്ന് മേടിച്ചു. എൻ്റെ അനിയനുള്ള ഡ്രസ്സ് ഇവിടുന്ന് കിട്ടിയില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ അനിയനും അക്കിക്കുള്ള ഡ്രസ്സ് നമുക്ക് വേറെ സ്ഥലത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാൻ താഴെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അമ്മയ്ക്കൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയപ്പം ചോക്ലേറ്റ്സ് ഒന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജ്യൂസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ ഉള്ള രീതിയിലത്തെ ജ്യൂസാണ് തപ്പിയത്. ഞാൻ ആദ്യം ഫ്രൂട്ടി എടുത്തു, പിന്നെ ഞാൻ തിരിച്ചത് വെച്ചു. അതിനുശേഷം ഞാൻ വേറെ ഒരു മാംഗോയുടെ ഒരു ജ്യൂസ് എനിക്ക് കിട്ടി. അതിൽ നാച്ചുറൽ ഷുഗറാന്ന് എഴുതി കണ്ടപ്പം ഞാൻ അതെടുത്തു. അങ്ങനെ അമ്മ അത് കുടിച്ചപ്പോഴേക്കും പുള്ളിക്കാരി ഓക്കെ ആയി. എനിക്കിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാർക്കിങ്ങിൽ പോയി നമ്മുടെ കാറിൻ്റെ താക്കോൽ നമ്മളവിടെ കൊടുക്കണം. കാരണം അവരാണത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണമെങ്കിലൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ കീ ഒക്കെ മേടിച്ച് നമ്മുടെ മേടിച്ച സംഭവങ്ങളെല്ലാം നമ്മൾ ഡിക്കിയിലൊക്കെ ഇട്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം രണ്ടുപേരും ഏകദേശം വയ്യാതെയായി ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴേക്കും. എനിക്ക് പക്ഷേ ഷോപ്പിംഗ് ഒരു ലഹരി പോലെ ആയതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇനിയും ഷോപ്പ് ചെയ്യാൻ മൈൻഡ് എൻ്റെ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ ഏത് ഹോട്ടലിൽ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യനായി അടുത്തത്. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പിൽ ഒരു ലൊക്കേഷൻ ഇട്ടു, ഒരു ഹോട്ടലിട്ടു. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ട് ഏകദേശം ഇരിക്കുമ്പോഴാണ് ആ ലൊക്കേഷൻ്റെ ഭാഗത്തോട്ട് എത്തിയപ്പം അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ കാണുന്നില്ല. അപ്പം ഒന്നാമത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വിശന്നിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സെലക്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റ് ആണ് ലാസ്റ്റ് അവിടെ എത്തിപ്പെട്ടപ്പം അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ആ അറിയാത്ത സ്ഥലത്തൊന്നും പോയി ഇനി നമ്മൾ വട്ടം ചുറ്റി കളിക്കണ്ട. ഇവരെപ്പോഴും പോകുന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അൽസാജ് എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടേക്ക് പോവാം എന്നുള്ള തീരുമാനത്തിലെത്തി. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിൽ ഊണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. പക്ഷെ ആ റെസ്റ്റോറൻറ്റിൽ യൂഷ്വലി എപ്പോഴും നല്ല തിരക്കായിരിക്കും. പക്ഷെ നമ്മൾ സമയം ഒരു ഓഡായിട്ടുള്ള രീതിയിൽ എത്തിയതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഊണ് അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് മേടിക്കാനും പറ്റിയില്ല. നമ്മളങ്ങനെ പൊറോട്ട, അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്,
ചിക്കൻ കറി. ഇങ്ങനെ 3 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ അമ്മ മേടിച്ചത് പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയാണ് പുള്ളിക്കാരി മേടിച്ചത്. ലൈറ്റായിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊറോട്ട എടുത്തു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബീഫ് എടുത്തു, കുറച്ച് ചിക്കൻ കറി എടുത്തു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയും കൂടി പറഞ്ഞു കേട്ടോ. അതാണല്ലോ ഒരു ഫിനിഷിങ്. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ. ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എല്ലാവരും ഫുൾ പവറിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പം അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടു. അപ്പോൾ അവിടെ അമ്മ ഇരുന്ന് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇതുപോലെ എടുത്തു. എന്തായാലും ഈ ഒരു ജേർണി ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ എൻഡ് ചെയ്തു. ഓണം പർച്ചേസും നമ്മുടെ ഫുഡ് അടിയും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു 6:30 ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളിനി വർക്കലയ്ക്ക് പോവാണ്. കുറേ തമാശയും കാര്യങ്ങളും ഇന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസും അതെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. രാവിലെ അമ്മയ്ക്ക് ഒട്ടും വയ്യായിരുന്നു. അമ്മ എന്തോ മൂഡ് ഓഫ് പോലെ ആയിരുന്നു. പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഫുൾ ആക്റ്റീവായി. അമ്മയുടെ പണ്ടത്തെ നഴ്സിംഗ് കാലഘട്ടത്തിലുള്ള കഥകളും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത സമയത്തുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എനിക്ക് ഓഡിയോ ആക്ച്വലി ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ റേഡിയോ വെച്ചതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ഞാൻ മ്യൂട്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. എന്തായാലും ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. ഈ ഒരു ദിവസത്തെ എല്ലാതും നല്ലതായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കാറിൽ നിന്ന് എടുത്ത് എല്ലാം തന്നെ നമ്മൾ റൂമിൽ കൊണ്ട് വെക്കുകയാണ്. അതിനുശേഷം കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് മേടിച്ച സംഭവത്തിൻ്റെ എല്ലാം കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാതും ഞാൻ കാണിച്ചു തരാം, പക്ഷേ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഇടുന്നില്ല. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു റെഡ് കളർ മെറ്റീരിയലാണ്. ഇതെനിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതൊരു ഷിഫോണിലാണ് ഈ ഒരു സംഭവം വരുന്നത്. കുറച്ച് സീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. എനിക്കിനി ഇത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മൾ അടുത്തത് മേടിച്ചത് കുട്ടികളുടെയാണ്. അപ്പോൾ രണ്ടുപേരും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ സെയിം പോലെ തന്നെയാണ് മേടിച്ചത്. അടുത്തത് ചേച്ചിയുടെ ഡ്രസ്സാണ്. ഇത് ചേച്ചി ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ് എപ്പോഴും ഇടാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് കുറച്ച് വർക്ക് വരുന്നത് ഒരു നേവി ബ്ലൂ മേടിച്ചു. ഇത് അളിയൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്. അളിയനും നമ്മൾ അറിയാതെ സംഭവിച്ചു പോയതാണ്. സെയിം കളറായിട്ടുള്ള ഷർട്ട് തന്നെ എടുത്തു. ഇത് അച്ഛന് മേടിച്ചിട്ടുള്ള മെറ്റീരിയലാണ്, ഷർട്ടും പാൻസിൻ്റെയും മെറ്റീരിയൽ. അടുത്തത് അക്കിയുടെ അമ്മയ്ക്ക് മേടിച്ചതാണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ഈ തവണത്തെ ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ കാണുന്നത്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. പുള്ളിക്കാരിക്ക് ഈ ഒരു കളറൊക്കെ ഇടുമ്പം നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ആൾക്ക് ഇല്ല ഈ ഒരു സാരി കളർ, അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. ഇത് ഞാൻ എൻ്റെ മമ്മയ്ക്ക് എടുത്തതാണ്. ഈ തവണത്തെ ഓണം കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഓർഗാൻസ മെറ്റീരിയൽ വരുന്നതാണ്. ഇതെൻ്റെ പപ്പയ്ക്ക് മേടിച്ചതാണ്. ഇതൊരു ഡുവൽ ടോണാണ് ബ്ലൂവിൽ. പിന്നെ മുണ്ടും മേടിച്ചു. ഇനി നമുക്ക് മേടിക്കാനുള്ളത് അക്കിക്കും മേടിക്കാനുണ്ട്, അതേപോലെ അതിൻ്റെ അനിയനും മേടിക്കാനുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത് മേടിക്കുന്നില്ല, പിന്നെ നമ്മൾ മേടിക്കുന്നത് വേറൊരു സ്ഥലത്തുനിന്ന്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, തൃശ്ശൂരിലേക്ക്. ഓണത്തിന് പക്ഷെ നമ്മൾ വർക്കല തന്നെ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ ഇതേപോലെ മേടിച്ചതെല്ലാം കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ അക്കി അച്ഛനും അമ്മയ്ക്കും മേടിച്ച് ഓണക്കോടി കൊടുക്കുകയാണ്. അമ്മ ഇങ്ങനെ ഒരു അങ്ങനെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അച്ഛനും അമ്മയ്ക്കും ഓണക്കോടിയൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായി. എന്തായാലും അതൊക്കെ കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്, തൃശ്ശൂരിലോട്ട്. തൃശ്ശൂർ ടു വർക്കല എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് 6.5 hours ആണ് നോർമലായിട്ടുള്ള റോഡായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ, വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോൾ എത്തുന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമ്മൾ വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ കൂടുതൽ തൃശ്ശൂർ വിശേഷങ്ങളായിട്ട് എൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.